ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജൂൺ മാസത്തിലെ അക്കാദമിക് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് CISR UGC നെറ്റ് അപേക്ഷ 23 വരെയാണ് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ എന്ന് പറയുന്നത് 2025 ജൂൺ 23 വരെയാണ്. പരീക്ഷ നടക്കാൻ പോകുന്നത് ജൂലൈ 26, 27, 28 തീയതികളിലാണ്. അപ്പോൾ ദ ജോയിന്റ് CSIR UGC നെറ്റ് എക്സാമിനേഷൻ ജൂൺ 2025 will be conducted by the National Testing Agency ആണ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെ NTA ആണ്. അത് നടക്കാൻ പോകുന്ന ജൂലൈ 26, 27, 28 തീയതികളിലാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ എക്സാം എങ്ങനെയായിരിക്കും? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, അല്ലെ. പിന്നെന്താണ്? The registration window opens ജൂൺ 3 തൊട്ട് ഓപ്പൺ ആണ്. അത് ക്ലോസ് ചെയ്യുന്നത് ജൂൺ 23, 2025 കാര്യം അറിഞ്ഞു വെക്കുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 24, 2025. ഫീ പേയ്മെന്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 24, 2025. അപ്പോൾ സയൻസ് ടെക്നോളജി വിഷയങ്ങളിലേക്ക് CISRും UGCയും ചേർന്ന് സംഘടിപ്പിക്കുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിന് ജൂൺ 23 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂലൈ 26, 27, 28 തീയതികളിലായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക. സയൻസ് ടെക്നോളജി മേഖലകളിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടെ ഗവേഷണത്തിനും സർവകലാശാലകളിലോ കോളേജുകളിലോ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമന യോഗ്യതയ്ക്കും PhD പ്രവേശനത്തിനുമായാണ് നെറ്റ് എക്സാം നടത്തുന്നത്. അപ്പൊ കെമിക്കൽ അല്ലെങ്കിൽ എർത്ത് അറ്റ്മോസ്ഫിയറിക്, അതുപോലെ തന്നെ ഓഷൻ ആൻഡ് പ്ലാനറ്ററി ലൈഫ്, മാത്തമാറ്റിക്കൽ, ഫിസിക്കൽ എന്നിങ്ങനെ 5 സയൻസ് ശാഖകളാണ് പരീക്ഷ. ഓക്കെ, അങ്ങനെയായിരിക്കും പരീക്ഷ. പരീക്ഷയുടെ ചുമതല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കാണ്. കേരളത്തില് വയനാട് ഒഴികെയുള്ള ജില്ലകളിലെല്ലാം പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ള കാര്യം എന്താണ്? MSc അല്ലെങ്കിൽ ഇക്വാലന്റ് ആണ് പറയുന്നത്. യു മസ്റ്റ് ഹോൾഡ് ആൻ MSc ഓർ ഇക്വാലന്റ് ഡിഗ്രി ഇൻ യുവർ ചൂസൺ സബ്ജക്ട്. മിനിമം മാർക്സ് അവർ പറയുന്നുണ്ട്. ജനറൽ EWS OBCക്ക് 55% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. SC ST PWD തേർഡ് ജെൻഡർ ആണെങ്കിൽ 50% മാർക്ക് മതിയായിരിക്കും. ഇനി ഓൾട്ടർനേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ യു ക്യാൻ ഓൾസോ ക്വാളിഫൈ വിത്ത് എ BE, BTech, BPharm, MBBS or an integrated BSMS degree with the same percentage requirements. റിസൾട്ട്, അതായത് റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. If you are currently pursuing your MSc or equivalent and are awaiting results, you can apply under the result awaited category provided to meet the mark criteria within 2 years. 2 വർഷത്തിനുള്ളിൽ എന്തിരിക്കണം? 50% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം MSc അല്ലെങ്കിൽ ഇക്വാലന്റ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡിഗ്രീസ് പറയുന്നുണ്ട്. റിസൾട്ട് അവൈറ്റ് ചെയ്യുന്നവർക്കും എന്താ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? യോഗ്യത എന്ന് പറയുന്നത് MSc, ഇന്റഗ്രേറ്റഡ് BS, MS, BTech, BPharm, MBBS അഥവാ തുല്യ പരീക്ഷ 50% മാർക്ക് നേടിയവർക്കും യോഗ്യതാ കോഴ്സിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പക്ഷെ നെറ്റ് ഫലം വന്ന് 2 വർഷത്തിനകം യോഗ്യത നേടിയിരിക്കണം കേട്ടോ. PhD പ്രവേശനത്തിന് മാത്രം അർഹത നേടിയവർ 1 വർഷത്തിനകം യോഗ്യത നേടേണ്ടതാണ്. 4 വർഷം 8 സെമസ്റ്റർ ബാച്ചിലർ ബിരുദക്കാർക്ക് 75% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് 4 വർഷം അല്ലെങ്കിൽ 8 സെമസ്റ്റർ ബാച്ചിലർ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ എന്താണ്? 75% മാർക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവരെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് പരിഗണിക്കില്ല. JRF, PhD എന്നിവയ്ക്ക് മാത്രമാണ് ഇവർക്ക് അർഹത ഉണ്ടായിരിക്കുള്ളൂ. 8ാം സെമസ്റ്ററിൽ പഠിക്കുന്നവരെയും പരിഗണിക്കും കേട്ടോ. പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് 5% മാർക്ക് ഇളവുണ്ടായിരിക്കും. അതാണ് 55%. ഏതാണ്? ജനറൽ EWS OBC എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. 55% ജനറൽ EWS OBCക്ക് 55% മാർക്കാണ്. SC ST PWD തേർഡ് ജെൻഡറിന് 50% മാർക്കാണുള്ളത്. ഓൾട്ടർനേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് BE, BTech, BPharm, MBBS or an integrated BSMS degree with the same percentage requirements. Okay. പിന്നെ പറയാനുള്ള കാര്യം, കൂടുതലായി ഡീറ്റെയിൽസ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് JRFന് ഏജ് ലിമിറ്റ് ഫോർ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് 30 വയസ്സായിരിക്കും. അതുപോലെ തന്നെ ലെക്ചർഷിപ്പിന് ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ദർ ഇസ് നോ ഏജ് ലിമിറ്റ് ഫോർ ദ ലെക്ചർഷിപ്പ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പൊസിഷന് എന്തുണ്ടായിരിക്കില്ല? ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. PhD holders, if you have a PhD obtained before September 19, 1991 and a master degree with a minimum of 50% marks, you are eligible for the lectureshipന് എലിജിബിൾ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. Bachelor degree holders apply ചെയ്യാം. Candidates with a bachelor degree can also apply for the fellowship, okay, if they register for PhD or integrated PhD program within
2 years of receiving their bachelor's degree. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ JRFന് പ്രായം 2025 ജൂലൈ 1 30 കവിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നോക്ക പട്ടിക ട്രാൻസ്ജെൻഡർ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വനിതകൾക്കും 35 വയസ്സ് വരെ ആകാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നിർദ്ദിഷ്ട ഗവേഷണ പരിചയമുള്ളവർക്കും അതുപോലെ തന്നെ വിമുക്ത ഭടന്മാർക്കും ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും. അധ്യാപക ജോലിക്കും PhD പ്രവേശനത്തിനും പ്രായപരിധി ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി പറയാനുള്ളത് അതിന്റെ ഫീസിന്റെ കാര്യമാണ്. ജനറൽ കാറ്റഗറിക്ക് 1150 രൂപയാണ്. ജനറൽ EWS OBC NCL 600 രൂപയും SC ST PWD തേർഡ് ജെൻഡറിന് 325 രൂപയുമാണുള്ളത്. ഓൺലൈൻ ആയിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. അതായത് അപ്ലിക്കേഷൻ ഫീ ഈസ് നോൺ റിഫണ്ടബിൾ ആണ്, അത് റീഫണ്ട് ചെയ്യില്ല കേട്ടോ. ആൻഡ് മസ്റ്റ് ബി പെയ്ഡ് ഓൺലൈൻ ത്രൂ ദ പേയ്മെന്റ് ഗേറ്റ്വേ ഇന്റഗ്രേറ്റഡ് വിത്ത് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. കാൻഡിഡേറ്റ് ഷുഡ് എൻഷുർ ദേ പേ ദ ഫീ ബൈ ദ ലാസ്റ്റ് ഡേറ്റ് സ്പെസിഫൈഡ് ഇൻ ദ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഫ്രം NTA. ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ ഫീ പേയ്മെന്റ് നടത്തേണ്ടതാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ജനറലിന് 1150 രൂപ, ജനറൽ EWS OBC NCLന് 600 രൂപ, SC ST PWD തേർഡ് ജെൻഡർ 325 രൂപയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് 2025 ജൂൺ 23 ജൂലൈ 26, 27, 28 തീയതികളിലായിരിക്കും എക്സാം നടക്കുക. എക്സാം എന്ന് പറയുന്നത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡൽ ആയിരിക്കും. രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് ജൂൺ 3, 2025 ആൻഡ് ക്ലോസ്ഡ് ഓൺ ജൂൺ 23, 2025. അപ്പൊ ജൂൺ 3 ഓപ്പൺ ചെയ്ത വിൻഡോ ക്ലോസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ജൂൺ 23. അതായത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 23. എന്നിരുന്നാൽ കൂടി ഫീ പേയ്മെന്റിന് ജൂൺ 24 വരെ ഡേറ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.csirhdg.rec.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകുണ്ടോ. അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.